എളുപ്പത്തിലും അതുപോലെ തന്നെ രുചിയിലും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ശർക്കര പാനിയാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനായിട്ട് 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് ശർക്കര പാനി ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചേർത്ത് കൊടുത്തിരിക്കുന്ന ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേർന്ന് ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ശർക്കരപ്പാനി ആക്കുന്നത് കാണിച്ചിട്ടില്ല, ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് ആറേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇവിടെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 1/4 കപ്പ് വറുത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പത്തിരിപ്പൊടിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റവ കൂടെ ചേർത്ത് കൊടുക്കാം. വറക്കാത്ത നേർത്ത റവയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് കനം കൂടിയ റവയാണെങ്കിൽ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്ത് ചേർക്കുന്നതാകും നല്ലത്. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പം ബേക്കിംഗ് സോഡ ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ചെറു ചൂടോട് കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചൂട് നന്നായിട്ട് ആറേണ്ട ആവശ്യമില്ല. ഞാനിവിടെ കുറച്ചായി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി മുഴുവനായിട്ടും തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വരും. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു ലൈക്കിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കൂടിയുണ്ട്. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്താൻ വേണ്ടി സഹായിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി മുഴുവനായിട്ടും ചേർത്ത് ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ ഈ ഒരു പാകത്തിനാണുള്ളത്. ഇതൊരല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയിലെ വ്യത്യാസമൊക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം. ഈ ഒരു രീതിക്കാണ് കൂട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ വെള്ളയപ്പച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഒരു തവിയെടുത്ത് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്താൽ പിന്നെ മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് വെച്ചാൽ മതി. ഇത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും എണ്ണയുടെ മുകളിലേക്ക് തന്നെത്താൻ പൊങ്ങി വന്നോളും. ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അതുപോലെ തന്നെ എണ്ണയുടെ ചൂട് കറക്റ്റായിട്ട് നോക്കണം. എണ്ണയുടെ ചൂട് ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചൂട് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഉള്ളോളം കറക്റ്റായിട്ട് വെന്ത് വരില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലെ എണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്കിതുപോലെ എണ്ണ മുകളിലേക്ക് തട്ടി കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് എല്ലാം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടുണ്ടാക്കാനായാലും ഒരുപാട് സമയമൊന്നും എടുക്കില്ല. വൈകുന്നേരം ചായയുടെ കൂടെ എന്താ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കണ ആ ഒരു സമയത്ത് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഗോതമ്പ് പൊടിയും റവയും അരിപ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ ഒരല്പം മുരിഞ്ഞിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. ഒരുപാട് എണ്ണയൊന്നും ഇവിടെ കുടിച്ചിട്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാനിവിടെ പൊട്ടിച്ചും കൂടെ കാണിച്ചു തരുന്നുണ്ട്. ഉള്ളൊക്കെ കറക്റ്റായിട്ട് വെന്ത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.